സൂപ്പർ. എടോ ഇപ്പോൾ കൂടി ഞാൻ ഊണ് കഴിച്ചിട്ട് വരുന്നേ നമ്മുടെ റോഹിത്തിൻ്റെ വീട്ടിൽ നിന്നാ. പുള്ളിയെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമ ഉണ്ടെങ്കിൽ പറ. ഇത് അടുത്ത മാസം തനിക്ക് സിനിമ തുടങ്ങും. ചേട്ടാ, ചേട്ടനും രോഹിത്തും തമ്മിലുള്ള റിലേഷൻ എനിക്ക് മനസ്സിലായി. ആ, പക്ഷേ ഈ കഥ കൂടുതൽ ചേരുന്ന നിതിനാണ്. സൂപ്പർ. തനിക്കപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഈ പടം ചെയ്താൽ മതിയോ? പോരാ. എന്നാ താൻ നിതിൻ്റെ കാര്യം മറന്നേക്ക് മോനെ. Yes, sir. ആ വെള്ളയും കറുപ്പ് നിറയുള്ള കേക്കില്ലേ? വൈറ്റ് ഫോറസ്റ്റ് ആണ് സാർ. ആ അത് തന്നെ, അത് വരണം. ഓക്കെ സാർ, ഓക്കെ. ദീപനൊന്നും വേണ്ടേ? ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊരു വീടൊക്കെ ഉണ്ട്. ആഹാ, സൂപ്പർ. വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാന്ന് പറയായിരുന്നു. ആ അങ്ങനെ. എടോ, തൻ്റെ കാര്യത്തിലേ എനിക്ക് നല്ല വിഷമമുണ്ട്. താൻ എത്ര നാളെ എങ്ങനെ നടക്കണു? തന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഓ, അല്ല, തനിക്ക് ഇതല്ലാതെ വേറെന്താ പരിപാടി? ഇതല്ലാതെ കുറച്ച് കൃഷിയുണ്ട് ഫാമിലി ആയിട്ട്. ആഹാ. സാർ, അല്ല, എന്നിട്ടാണോ താൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണേ? എടോ, സിനിമ എന്ന് പറഞ്ഞാലേ പ്രാന്ത് പിടിച്ചൊരു പരിപാടിയാണ്. അപ്പുറം തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത്. ഓ, സാർ, ഒരുപക്ഷെ സാറ് വിചാരിച്ച നിതിനുമായിട്ടൊരു മീറ്റിംഗ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് തരാൻ പറ്റില്ലേ? എടോ, ഈ നിതിൻ തോമസ് എന്ന് പറയുന്ന ആളെ ഒരു 10-15 സിനിമ സൈൻ ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരാളെ പോയി കണ്ടിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? സാർ വേറൊരു സബ്ജക്റ്റ് ഉണ്ടോ ആലോചിക്ക്. തിന്നാനായിട്ടൊരു ജന്മം. ബില്ല്. സൂപ്പർ. എൻ്റെ പൊന്നു മോനെ, നിന്നോട് പറഞ്ഞിട്ടുള്ളടാ എൻ്റെ കൂടെ ആരെങ്കിലും വന്ന് അവർ പോകുന്നതിന് മുമ്പ് ബില്ല് കൊണ്ട് തരണമെന്ന്. അതിന് എനിക്ക് അവിടെ വേറെ പരിപാടിയില്ലേ? എടാ, പകുതി കേക്ക് തരാനല്ലേ പറഞ്ഞത്? ആ, എന്നിട്ട് വേണം പ്രീ ചേച്ചി എന്നെ പകുതിയാക്കാൻ. ഇവിടെ പകുതി പരിപാടിയൊന്നും ഇല്ല കേട്ടാ. നിതിൻ തോമസേ, ഒന്ന് പ്രത്യക്ഷപ്പെട്ടൂടെ? അപ്പോൾ ഈ ഇതേപോലത്തെ ഒരു ഇവന്റ് ആയിരുന്നു ലാസ്റ്റ് മൊമെന്റിൽ ചേഞ്ചസ് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണോ സാർ? അല്ല, ഐ മീൻ ലാസ്റ്റ് മൊമെന്റ് ചേഞ്ച് വരുമെങ്കിൽ പ്ലാൻ ഫൈനലൈസ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ടല്ലേ? ഞാൻ തനിക്കിപ്പോൾ ഒരു മെയിൽ അയക്കാം. സെലിബ്രിറ്റീസിന്റെ നമ്പേഴ്സാണ്. ഇവന്റിന്റെ ആവശ്യത്തിനുള്ളതാണ്, തനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ളതല്ല. അപ്പൊ ഇവന്റിന് ഫ്രീ ആയിട്ടുള്ള ഈ സെലിബ്രിറ്റി ആണെന്ന് വെച്ചാൽ അവരെ ബ്ലോക്ക് ചെയ്തു. ഒരാഴ്ച സമയമുള്ളൂ. ഓക്കെ ഓക്കെ സാർ. അയച്ചിട്ടുണ്ട്. കിട്ടി സാർ. താങ്ക് യു സാർ. യു ക്യാൻ ഗോ. താങ്ക് യു സാർ. ഞാനാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഹാൻഡിൽ ചെയ്യണേ. സാർ നോക്കിയില്ലേ? ഞാൻ നോക്കി. നമുക്ക് ഫ്രണ്ട് റോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇൻ കേസ് ആരെങ്കിലും വരാൻ വൈകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യരുത്. സെലിബ്രിറ്റീസ് ആണ്, അവരെപ്പോൾ വരും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ ഓക്കെ സാർ. ഹലോ അജന്റോ? വായ് അപ്പൊ നേരത്തെ വെച്ചാ മേലോ താനൊക്കെ എന്നോടോ നന്നാവണേ. തൻ്റെ സോറി എല്ലാം കൂടി ഒരു കുപ്പിലിട്ട് അടച്ചിട്ട് മാസാവസാനം കൊണ്ടുവന്ന എനിക്ക് ഫോൺ വെക്കണോ? എന്ത് പറ്റി സാർ? സെലിബ്രിറ്റീസ് നമ്പർ കളക്ട് ചെയ്യാൻ പറഞ്ഞത് ജിൻഡോൻ്റെ അടുത്താണ്. ഇപ്പം പറഞ്ഞതേ നമ്പേഴ്സ് എല്ലാം മിക്സപ്പ് ആയിട്ടുണ്ടെന്ന്. നസ്രി വിളിച്ച നിവിനെ കിട്ടും, നിവിനെ വിളിച്ച ഫഹദിനെ കിട്ടുന്നു. അടിപൊളി. നോക്കട്ടെ, കൊള്ളാല്ലേ? ഇത് വെഡിങ് ഇൻവിറ്റേഷൻ വീഡിയോ ആണോ? ശരിക്കും കണ്ടൊരു സിനിമ പോലെയില്ലേ? ആ, ഇതെന്താ യൂട്യൂബിലാ? ഇത് നമ്മുടെ ഒരു പയ്യൻ ചെയ്തതാ. മീനു ഇല്ലേ, നമ്മുടെ മീനാക്ഷി, അവളുടെ ബോയ് ഫ്രണ്ട് അഭി. പുള്ളിക്കാരൻ ഇതാ പണി? ഇത് മാത്രമൊന്നല്ല, കുറെ പണിയുണ്ട്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ID ഉണ്ടോ? നിനക്ക് വായട്ടുള്ളിൽ പല്ലും പുഴവും വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ജോലി ചെയ്തോട്ടാ. കേറി കേറി അവള് പോവാണ് അങ്ങോട്ട്. നീ അവ പുതിയതായിട്ട് ചെയ്ത സേവ് ദ ഡേറ്റ് വീഡിയോ കണ്ടാ? ഇല്ല. ആ കാണു കാണു, ഹെഡ്സെറ്റ് വെച്ച് കാണു. മ്യൂസിക് ഒക്കെ അടിപൊളിയാ മോളെ. അതെയാ? കാണു. ഹലോ. ഹലോ, ഇത് സന്ധ്യ മേനോൻ മാമിന്റെ നമ്പർ അല്ലേ? ഹലോ. ഹലോ. ഹായ്, ഇത് സന്ധ്യ മാമിന്റെ നമ്പർ അല്ലേ? എനിക്ക് മാമിനെ ഒന്ന് കിട്ടുമോ? മാമിന്റെ ശബ്ദം ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അല്ല
സോറി മാം അല്ലാന്ന് മനസ്സിലായി. മാമിൻ്റെ മാനേജറാണോ? അല്ല, മാമിൻ്റെ അച്ഛനാണ്. അയ്യോ സോറി അങ്കിൾ. അങ്കിൾ ഒന്ന് മോൾക്ക് ഫോൺ കൊടുക്കോ? ആരാടി നീ? കുറെ നേരം ഇങ്ങനെ ഓരോന്ന് വിളിച്ച് മനുഷ്യനെ വട്ടാക്കുന്നു. ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. ഈ പത്രക്കാർ തെണ്ടികൾ ഇങ്ങനെ ഓരോ വാർത്തകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതുകൊണ്ട് ആരുടെ മനസ്സമാധാനം പോകുന്ന അവർക്കറിയണ്ടല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. ഇങ്ങോട്ട് വിളിച്ച് പന്നത്തരം പറഞ്ഞിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? സത്യം പറയടാ, നീ ആരാണ്? നീയൊക്കെ ഇപ്പൊ ശബ്ദം മാറ്റി വിളിച്ചു തുടങ്ങിയല്ലേ? നിന്റെ നമ്പർ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. നീ എവിടെയാണെങ്കിലും അവിടെ വന്ന് നിന്നെ പൊക്കിയിരിക്കും. ഈ ജീവൻ ആരാണെന്ന് നീ അറിയും. ജീവന. ഹലോ ഹലോ. മൈ ഗോഡ്. ഡി അവി തകർത്തൂലേ? ഞാൻ തകർത്തത് നീ കണ്ടില്ലല്ലോ. എന്ത്? ആ MD ആക്ച്വലി നിന്നോട് പറയാൻ പറഞ്ഞു, നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടെന്ന്. പുതിയ ലിസ്റ്റ് MD അയച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കണേ. ഇത് നോക്കി, ഇത് കൊള്ളാല്ലേ? ഇത് കുഴപ്പമില്ല അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഞാൻ മുഖത്ത് കാണാൻ ഉദ്ദേശിച്ചിരിക്കും. ഓക്കെ സാർ. ഇതാ നിങ്ങളുടെ കോപ്പി. ഓ താങ്ക് യു. പിന്നെ ഞാൻ ഇമെയിലും അയച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൊന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ സാർ, ബാക്കിയുള്ള പേയ്മെന്റ് ചെക്ക് ആയിട്ടാണ്, കുഴപ്പമില്ലല്ലോ? ഓക്കെ, വൈ നോട്ട്. എന്നാ സാർ? താങ്ക് യു. അതെ, ആക്ച്വലി ഇത്ര റേറ്റ് ആവാറുണ്ടോ വീഡിയോ ചെയ്യുന്നതിന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? ചുമ്മാ ചോദിച്ചതാണ്. അപ്പൊ ശരി. ഓക്കെ, താങ്ക് യു. കല്യാണത്തിന് കണ്ട കണ്ട നല്ല കപ്പിൾസ് അല്ലേ? അതല്ല, വർക്ക് ചെയ്ത് കൈ കൊടുത്ത ഉടനെ തന്നെ അവന്റെ തനി നിറങ്ങണ്ട. ഈ വീഡിയോ ചെയ്യാൻ ഇത്രയും പൈസ ആകുമോന്ന്. എന്നാ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ. എന്തിന്? കറക്റ്റ്. എന്നാലും അവന്റെ മുഖത്ത് ഇതേ പുച്ഛം തന്നെയായിരിക്കും. എടാ, ആര് ചെയ്തു കൊടുക്കൂടാ ഇത്രയും കാശിന് നീ ചെയ്തു കൊടുക്കുന്ന പോലത്തെ വർക്ക്? വീട് അവരൊന്നും അത് ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നു. പോട്ടെ. ദൈവമേ, അവന്റെ അടുത്ത കല്യാണോ എനിക്ക് തന്നെ തരണേ. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കും. പൊന്നു ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ പ്രാഗല്ലേ? അവൻ ആദ്യത്തെ കല്യാണം ഒന്ന് കഴിച്ചോട്ടെ. എനിക്കിതൊക്കെ പറഞ്ഞാ മതി. പരസ്യവും പരിപാടിയൊക്കെ ആയിട്ട് ഈ വഴിക്ക് അങ്ങ് പോകും. വലിയ ആളായി കഴിയുമ്പോ എന്നെയൊക്കെ തിരിഞ്ഞു നോക്കുക. ശരി, എന്റെ പെള്ളിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കിയിരിക്കും. തിരിക്കല്ലേ, എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. എടാ, ഇതിന്റെ ലോണിന്റെ പകുതി പോലും അടച്ചു തീർത്തിട്ടില്ല. ഇനി എന്നാണാവോ പച്ച പിടിക്കുന്നത്? നമ്മളെ ഒന്നും സഹായിക്കാൻ ആരും ഇല്ലല്ലോ. എന്റെ വിനോദേട്ടാ, നിങ്ങളിങ്ങനെ സെന്റി അടിക്കല്ലേ? നോക്ക്, നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യും? ഞാൻ കൂടിയില്ലേ? ഈ പരസ്യവും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറെ നാളായല്ല. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽപ്പില്ലേ? ആണാ? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. എടാ, നമുക്ക് കുറച്ചും കൂടി കാശ് തടയുന്ന വലിയ വലിയ കല്യാണങ്ങൾ പിടിക്കണം. പിടിക്കാം. ഈ ഇടത്തരം കാശുള്ള തെണ്ടികളാണ് ഈ അത്താഴ പ്രശ്നക്കാരുടെ സ്വഭാവം കാണിക്കുന്നത്. പണക്കാരുടെ കുറെ കാശുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല വിനോദേട്ടാ, നിങ്ങൾ ഇനി വലിയ കല്യാണമൊക്കെ പിടിക്കും, നമുക്ക് ചെയ്യാം. യെസ്, പക്ഷെ ചെയ്യുമ്പോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ടൈപ്പ് കല്യാണങ്ങൾ നമ്മൾ പിടിക്കണം. അതായത് ഫഹദ് നസ്രിയ കല്യാണം പോലത്തെ കല്യാണം ചെയ്യാം. എന്നാ നീ കേട്ടോ, ഇവിടെ മലയാള സിനിമയിലെ ഒരു ഫേമസ് നടന് ഏതോ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടമുണ്ടെന്നും അവരുടനെ തന്നെ കല്യാണം കഴിക്കുമെന്നും എനിക്കൊരു ന്യൂസ് കിട്ടി. അതും എക്സ്ക്ലൂസീവ്. ബെസ്റ്റ്. നിങ്ങൾ വീണ്ടും പരദൂഷണം തുടങ്ങിയ? പോടാ, ഇത് സത്യസന്ധമായ രഹസ്യമാണ്. ഇനി ചോദിക്കൂ, ആരാണ് നടനെന്ന്? ഇനിയിപ്പോ ചോദിക്കണോ? എങ്കിലും നീ ചോദിക്ക. ആരാണ് നടൻ? ആര്? നിതിൻ തോമസ്. നിതിൻ തോമസോ? ചേട്ടൻ നിതിൻ തോമസിനെ മുട്ടാൻ പറ്റോ? എന്തേ? DH നിതിന് പറ്റിയ സ്ക്രിപ്റ്റ് ഉണ്ട്, ഒന്ന് കഥ പറയാനുള്ള ചാൻസ് കിട്ടും. അതേടാ, ഇവിടെ അമ്മായിമ്മയ്ക്ക് നെഞ്ചുവേദന, അതിനിടയ്ക്ക് അവന്റെ ചേട്ടൻ നിതിൻ തോമസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കല്യാണം നടത്താം, പിന്നെ സിനിമ പിടിക്കാമല്ലോ. ആര്? DIG. ആ ചെറുക്കൻ എത്ര നാളെ ഇങ്ങനെ സിനിമ പിടിക്കുന്നു പറഞ്ഞ് അലഞ്ഞെരിഞ്ഞ് നടക്കുന്നത്. അതൊന്നും നടക്കുന്നത്. വിനോദേട്ടാ, എടാ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി അല്ല പറഞ്ഞത്. എടാ, ഈ നിതിൻ തോമസ് എന്നൊക്കെ ഭയങ്കര ജാടയാടാ. നമ്മുടെ പാവൻ DIG ഇങ്ങനെ സ്വഭാവമുള്ളവർ തന്നെ പുറകേക്ക് അലഞ്ഞെരിഞ്ഞ് നടന്നാൽ വല്ലോ നടക്കുവോ? അതെ, അലഞ്ഞെരിഞ്ഞ് നടക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതും കിട്ടും. കിട്ടും കിട്ടും കിട്ടും. എന്ത്? ഇന്ന് ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്, അതിലൊരു ഹോപ്പുണ്ട്. ഇതെപ്പോഴും പറയണ കാര്യമല്ലേ? എടാ, എന്നാൽ പിന്നെ ഇനി മുതൽ മീറ്റിങ്ങിന് പോകുമ്പോൾ അളിയത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല കേട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നിനക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. ഇതിപ്പോൾ ആകെ സ്ട്രെസ്ഡ് ആയിട്ട് നിന്നെ കണ്ട് അഴയെ കറുത്തിലുണ്ടാകെ ആവശ്യമായിട്ടുണ്ട്.
ഇത് ഒറിജിനൽ അല്ല, ഇത് ലക്കിയിട്ടത് മേക്കപ്പാണ്. ഒരാവശ്യം ലുക്ക് കിട്ടാൻ. ഇത് കണ്ടിട്ട് പ്രൊഡ്യൂസറുടെ മനസ്സലിഞ്ഞാലോ? ഇതിനാണ് ഈ ആവശ്യകരാരനെന്നൊക്കെ പറയുന്നത്. പിന്നെ അധികം വൈകാതെ പെൻഷൻ കിട്ടി തുടങ്ങും. ഈശ്വരായി പുച്ഛമുള്ളവൻ്റെ അടുത്ത ഓർഡർ വല്ല ജോസ് പ്രകാശം ചെയ്തിട്ട് അയാൾ ഇവനെ മുറിക്കകത്തിട്ട് പേടിപ്പിച്ചിട്ട് മുതലൊക്കെ ഇട്ട് വിടണേ. ഒരു ബിസിനസ് ഐഡിയ കണ്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. അതൊന്ന് ട്രാക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിയൊക്കെ വിടും. പിന്നെ നിൻ്റെ ഇവിടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാറോടാ. എൻ്റെ പൊന്നു കൂട്ടുകാരൻ, നീ എന്ത് വേണമെങ്കിലും ട്രാക്ക് ആയിക്കോ. ജോലി വിടുന്ന കാര്യം മാത്രം പറയരുത്. അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും ജോലി ഇല്ലെങ്കിൽ ആ വീട്ടിൽ പട്ടി വിലയായിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല ഇനി വയസ്സുകാലത്ത് ജോലി അന്വേഷിച്ച് പോകാൻ. ഞാനൊരു പടം ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു കോടീശ്വരനാവട്ടെ. ഈ ചായയുടെ കാശ് നീ കൊടുക്കില്ലേ? ഓക്കെയാണോ? ഓക്കെ, സൂപ്പർ, അടിപൊളി. ഓക്കെ അല്ലേ? ജിജു ആയിട്ട് ഇറക്കുന്നു. നന്നായിട്ട് വന്നുണ്ടോ? ഉഗ്രനുണ്ട്, അടിപൊളിയുണ്ട്. ഒന്ന് കാണട്ടെ. ഒരു സാർ ഒരു സെൽഫി എടുക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്തോ? മാറിന്നേ, മാറി ചേച്ചി. തിരക്കുണ്ടാക്കല്ലേ പ്ലീസ്. വണ്ടി എടുത്തോ? ചേട്ടാ മാറി കേട്ടോ. ചേട്ടാ പ്ലീസ്, മതി മതി. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, എടുത്തോ 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 എടുത്തോ. ഒന്ന് മാറി, ഒന്ന് മാറി. സാർ ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ സർ. ഒരു സെൽഫി എടുത്തോട്ടെ? ഓക്കെ സർ, താങ്ക് യു സർ. സാർ ഞാൻ എല്ലാ ഫിലിമും കാണാറുണ്ട് സർ. താങ്ക് യു. ഇനി കാണണോ? ഓക്കെ സർ. വാ, ഇപ്പൊ തന്നെ ഇൻസ്റ്റയിൽ ഇടാം. വാ. പോടാ. അളിയ വന്നേ, ഒരു സെൽഫി എടു. അളിയ അടിപൊളി. നീ ഇത് ആർക്കട ഇതൊക്കെ അയക്കുന്നത്? വല്ല അമ്മായിമാർക്കായിരിക്കും. നോട്ട് അമ്മായി, ഒരമ്മയുടെ മേൾ. അമ്മയുടെ മോള്. ഞാനാണ് ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ട് ഇവിടെ ആരെങ്കിലും അന്വേഷിച്ചു വരുമോ? നോ മാൻ. ലിഫ്റ്റിൽ വെച്ച് ആ പെൺകൊച്ചു ഇവനെ കണ്ടൊന്നുമില്ല. ഇവൻ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്താ. കൂടിയിലുണ്ടായവനെ നിന്നോട് ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങും ഈ വക അഭ്യാസം കാണിക്കരുത്. കഴിഞ്ഞ ആഴ്ച ഇനോഗ്രേഷൻ പോയപ്പോൾ കിട്ടിയ പിച്ചലിന്റെ മാതലിന്റെ പാടി തരുമോ വീട്ടില? നിനക്ക് കിട്ടിയ പിച്ചലായിരുന്നു നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ? നിന്റെ കൂടെ നടന്ന കുറെ പേര് എന്നെയും പിച്ചടാ. അതെന്തിനാണാവോ? എടാ എനിക്കും കിട്ടിയല്ലോ പിച്ച്. അപ്പൊ ഇവര് ശരിക്കും നിന്നെ പിച്ചണേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നിന്റെയൊക്കെ ഞാൻ കൂടെ കൂട്ടുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്റെ തടിക്ക് തട്ട് വരാതെ നോക്കാനാണ്. ഇതിപ്പോ തട്ടും കിട്ടി തടവിരിക്കാനേ നേരുള്ളൂ. അളിയ, ആലപ്പുഴ ലൊക്കേഷനിൽ അവിടുത്തെ ലോക്കൽസ് വെള്ളമൊടിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിനക്ക് വേണ്ടി തലവടിച്ചോട്ടി ഞാനാ. അതെന്തിനാണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഞാൻ നിന്നോട് പറഞ്ഞു ഇടി വാങ്ങിച്ചുകൂട്ടാനായിട്ട്. നിന്നെ ഞാൻ ബദാം മിൽക്ക് വാങ്ങിക്കാൻ വേണ്ടി വിട്ടല്ലേ? അതെന്താ അറിയോ, അളിയൻ അവിടെ ചെന്ന് പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് ഒരു ആന്റണി പെരുമാറി കളിക്കാൻ നോക്കിയതാ. പക്ഷെ ചീറ്റിപ്പോയി. പിന്നെ പറയാനാണെങ്കിൽ എനിക്കും ഉണ്ട്. ഡെയിലി നിന്റെ ഡ്രസ്സ് കഴിച്ച് തരുന്നതും നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നതൊക്കെ ആരടാ? അതിനാ നിനക്ക് മാസം മാസം ശമ്പളം തരുന്നത്. അഥവാ സ്നേഹത്തിന്റെ പുറത്ത് തരുന്നതല്ലേ അല്ലേ അളിയ? എനിക്കിപ്പോ അറിയണം, ഞാനാണോ ഇവനാണോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? പറ അളിയ. അതിപ്പോ എനിക്ക് ആരാണോ നല്ലൊരു കട്ടൻ കാപ്പി ഇട്ടിരുന്നത് അയാള്. എനിക്ക് സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ആയാൽ മതി. എന്ത് നന്നാവും അച്ഛോ. അതിനെന്തിനാ അച്ഛൻ എനിക്ക് കാശു? പിള്ളേർക്ക് വേണ്ടിയില്ല, ഞാൻ വരാം. അച്ഛൻ ഡേറ്റ് പറഞ്ഞു മതി. പിന്നെ അവിടെ ഇപ്പൊ എത്ര പിള്ളേരുണ്ട് അച്ഛോ? 82 അല്ലേ? ഒന്നുമില്ല, വരുമ്പോ വെറും കൈയോടെ വരാൻ പറ്റില്ലല്ലോ. ഒന്നും പറയണ്ട. ശരി, ഞാൻ വെക്കണം. പോയി ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് നിന്നോട് കഥ പറയാനായിട്ടാ. ഒരു പയ്യനാണല്ലോ, നിന്നോട് പറഞ്ഞിരുന്നാ പറഞ്ഞേ.
അവനോട് വെയിറ്റ് ചെയ്യാൻ പറയും. അവനെന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്ക്. പേപ്പർ ഓക്കെ. വന്നിരിക്കുന്നത് തല്ലാൻ തന്നെയാണെന്ന് വിപിന് മനസ്സിലാവും. പക്ഷെ ചുറ്റും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നിൽ ആരാണെന്ന് നോക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വിപിൻ തൻ്റെ പുറകിലുള്ള ആളെ തള്ളി മാറ്റിയിട്ട് ഓടുകയാണ്. പിന്നെ ചേസാണ്. പുറകിലോടുന്ന ആളുകളുടെ കയ്യിൽ വടിയും വാളും ഒക്കെ ഉണ്ട്. കൈ കെട്ടിയ തീർന്നെന്ന അവസ്ഥ. അടുത്ത കെട്ടിൽ അപ്പുറത്തെ സഞ്ജു ഓടുന്നുണ്ട്. നേരെ ഒരു ഏരിയൽ ഷോട്ട് പോകുമ്പോൾ ഒരു ചേരിക്ക് അടുത്ത് തന്നെയുള്ള 2 വഴികളിലൂടെ അവർ രണ്ടുപേരും ഓടുന്നത് ഒറ്റ ഷോട്ടിൽ കാണിക്കും. പറഞ്ഞു അവർ രണ്ടുപേരും പുറകെ ഓടുന്ന ആളുകൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 ഘട്ടം മാറി മാറി കാണിക്കും. വിപിന്റെ പുറകെ ഓടുന്ന ഒരാൾ വിപിനെ പെട്ടെന്ന് തള്ളി താഴെയിടും. അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്ന വിപിൻ അപ്പൊ തന്നെ മുമ്പിൽ നിന്നൊരു കത്തി വയറിലേക്ക് കുത്തിയിറക്കാണ്. കുത്തുകൊണ്ട വയറിൽ നിന്ന് ക്യാമറ മുഖത്തേക്ക് വരുമ്പോ കുത്തുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിനാണ്. കറക്റ്റ്. മച്ചാൻ ഈ പള്ളുരുത്തിലുള്ള ഋഷിയുടെ കൂട്ടുകാരനല്ലേ? അതെ, ഞാനും ഋഷി തമ്മിൽ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഈ കഥ ഞങ്ങൾ ഇതിനു മുമ്പ് കുറേ കേട്ടിട്ടുള്ള കേട്ടോ. നീ അവനോട് ചോദിച്ചിട്ടാണ് അവന്റെ കഥ ഇവിടെ പറയാൻ വന്നേ. ചേട്ടാ ഒന്നും ചെയ്യരുത്. നിർത്തണം എൻ്റെ അഭ്യാസം. ഒറ്റ കീറന്നല്ലോ. അളിയോ ഇവൻ ചേട്ടാ ഞാനും ഋഷിയും കൂടിയാണ് ഇത് എഴുതിയത് ശരിക്കും. പക്ഷെ സിനിമയാക്കണ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവൻ കാരണമാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കണത്. ഇപ്പോഴാണെങ്കിൽ കാശിന് നല്ല അത്യാവശ്യമുണ്ട്. ഇതെന്തെങ്കിലും ഒന്ന് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും. രക്ഷപ്പെടണമെന്ന് എല്ലാവർക്കും തന്നെയാണ്. പക്ഷെ ഒരാളെ പിന്നീന്ന് കുത്തി താഴെട്ട് എത്ര ഓടിയാണ് നമ്മളൊരു സ്ഥലത്ത് എത്താമുള്ള. ഞാനിതിപ്പോൾ വിളിച്ച ഋഷിയെടുത്ത് പറയുന്നില്ല. പക്ഷെ ഞാൻ നിന്നെ വിളിക്കും 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അവനായിട്ട് സംസാരിച്ചതെല്ലാം ശരിയാക്കിയിരിക്കണം. ഓക്കെ, എന്നാ വിട്ടോ. എന്തെങ്കിലും കഴിച്ചാണോ? ഇത് വെച്ചോ. ഇല്ല. വെച്ചോടോ. ഞാൻ ചാൻസ് വെച്ചിരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് പകരം ഒന്ന് കരുതിയോ നീ. ശരി. ആരാടാ നീ? ശ്രീരാമനാ? നീ ഇതിൽ 2 തൊട്ടേ. വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ ഇളക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഇനി അടുത്ത ആഴ്ച മതി. എടാ എന്താ കഥ എന്തേ? ദോ പോയി. എന്താ ആ കഥയും 3 വാക്കായി. അളിയാ, നീ പുതിയ കാറ് മേടിക്കുന്ന കാര്യം എന്തായി? കാറ്, കോപ്പ്, നിനക്കൊക്കെ വല്ല വിചാരമുണ്ടോ? നീ എൻ്റെ മാനേജർ എന്ന് പറഞ്ഞോണ്ട് നടക്കണല്ലോ. എല്ലാം തീരാൻ പോകണം. കഴിഞ്ഞ 3 പടമാണ് അടുപ്പിച്ച് പൊട്ടിയത്. അടുത്ത സിനിമയെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ നിനക്കൊക്കെ? അളിയത് സിനിമയല്ലടാ. ചിലപ്പോൾ പടക്കം പൊട്ടണ പോലെ പൊട്ടും, ചിലപ്പോൾ വിചാരിച്ചാൽ അടിപൊളിയാവും. നമ്മൾ പൊട്ടുമെന്ന് വിചാരിച്ച് ചെയ്തൊന്നല്ലോ. എടാ ഞാൻ സിനിമയിലൊന്ന് പടക്കം പൊട്ടിച്ച് കളിക്കാനല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പട്ടിണി എന്താന്ന് ഉടനെ മക്കളറിയും. അളിയ നീ പറ, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? എടാ ആരുടെങ്കിലും നല്ല സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. എന്നിട്ട് നിങ്ങളൊന്ന് കേക്ക്. എന്നിട്ട് നല്ലതാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞോട്. നല്ലതാണെങ്കിൽ മാത്രം. എടാ നീ ടെൻഷൻ ആവണ്ട, നമുക്ക് ശരിയാക്കാം. എടാ നീ ആ ഫോൺ എടുത്തിട്ട് ഫുഡ് എന്തെങ്കിലും ഓർഡർ. രാഹുൽ, ഹായ്. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ? എങ്ങനെയാണ്? ഇവിടെ തന്നെ ഇരുന്ന് പറയാൻ ഓക്കെ ആണോ, അതോ നമുക്ക് പുറത്തെവിടെയും പോകണോ? ഇവിടെ തന്നെ ഇരിക്കാം നമുക്ക്. എങ്ങനെയാണെങ്കിലും ഓക്കെ ആണെന്നല്ലേ? ആണ്. നൈസ്. ഇവിടുത്തെ ആൾക്കാരുടെ ഈ ആറ്റിറ്റ്യൂഡാണ് എനിക്കിഷ്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. അതങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്നതാണ്. ടൈം വരുടോ. കഷ്ടപ്പെടാതെ കിട്ടുന്നതിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. സത്യം. ആക്ച്വലി ഇതുവരെ ഫിലിം ബിസിനസ്സിൽ ഫാമിലിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ കുറേ ഫ്രണ്ട്സും ഉണ്ട്, അവരൊക്കെ കയ്യിൽ നല്ല കഥകളും ഉണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാനില്ല. ഫസ്റ്റ് ടൈം മെസ്സ് അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്യാണ്. അപ്പം ഫ്രണ്ട്സുമായിട്ട് വേറെ എന്തെങ്കിലും പ്രോജക്ട്സ് പ്ലാൻ ഉണ്ടോ? ഉണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കും. എൻ്റെ അച്ഛൻ ഭയങ്കര സിനിമ ഫാനായിരുന്നു. അത് ശരി. അപ്പം ചെറുപ്പം മുതലേ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി ഒരു സിനിമ പോലും ഇല്ല കാണിക്കാത്തത്. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, വടക്കൻ വീരകഥ, തനിയാവർത്തനം, സതയം, കിലുക്കം, ഇതൊക്കെയാണ് എൻ്റെ എയർലി മെമ്മറീസ്. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം. നമുക്കത് ഇപ്പം ചെയ്യണം, മനസ്സിലായി? അതിലും വെട്ടുന്ന സിനിമകൾ ഇപ്പം ചെയ്യണം. എന്താ പറ്റില്ലേ? യെസ്. അപ്പോൾ തുടങ്ങാം. യെസ്.
സാർ ഫുഡ്. ആ ഓക്കെ. എടാ ആ നിതിൻ തോമസ്. ഹലോ നിതിൻ തോമസ് അല്ലേ? എന്നെ അറിയോ? ഹലോ ഇതെങ്ങടാ? നിസാമേ. എൻ്റെ പേര് സാം. ഈ ഫുഡ് പരിപാടി കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഞാനൊരു IIT ഗ്രാജുവേറ്റ് ആണ്. ഒരു ബിസിനസ് ആയിട്ട് സെറ്റ് ആവുന്നവരെ കുറച്ച് നാളത്തേക്കുള്ള സെറ്റപ്പ് ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇതിനെ കണ്ടതിലും നന്നായി. ഞാൻ കുറച്ച് നാളായിട്ട് കാണാതിരിക്കായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നന്നായിട്ട് കഥ എഴുതും. ഒരു അവസരം കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങളിതുപോലെ പുതിയ ആൾക്കാരൊക്കെ അന്വേഷിച്ച് നടക്കായിരിക്കില്ലേ? ആ നമുക്ക് ആലോചിക്കാം. ഒന്ന് കാണുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. ഇതുപോലെ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം പറഞ്ഞാൽ ഞാൻ അവനോടൊന്ന് കാണാൻ പറയാം. കഴിഞ്ഞ 3 പടങ്ങളും ഫ്ലോപ്പായിരുന്നല്ലോ അല്ലേ? ഈ സ്റ്റോറി ഞാനും എൻ്റെ ഫ്രണ്ട്സും കേട്ടതാ. ഇതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. റൈറ്റർ എന്ന് പറയുമ്പോൾ വെറുതെ തെക്കോടെ കണക്ക് റൈറ്ററൊന്നുമല്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടെ ഇറങ്ങുന്ന പല ഫേമസ് ബുക്കിൻ്റെ ആമുഖം എഴുതുന്ന അവനാ. ഇഷ്ടം പോലെ ഓൺലൈൻ കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. ആഡ്സ് വേറെ. പേര് ദീപക് എന്നാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് DIG എന്ന് വിളിക്കും. ആൾ പൊളിയാണ്. ഒന്ന് കണ്ടു നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പറഞ്ഞു വിട്ടേക്ക്. നമ്മളൊരു ചാൻസ് ഒക്കെ എടുക്കണ്ടേ അല്ലേ? എന്നാൽ ഇതിൻ്റെ നമ്പർ ഒന്ന് തരാമോ? 98474 74747. അപ്പോൾ ശരി, ഞാനോട് വിളിക്കാൻ പറയാം. ഓക്കെ ശരി. ആരടാ ഇവൻ?